ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ആൾക്കാരൊക്കെ എവിടെ പോവാന്ന്? ഇതാണ് നമ്മുടെ ഹോളികയെ കത്തിക്കാൻ പോകുന്ന ചടങ്ങാണ്. അതായത് ഹോളിയുടെ തലേ ദിവസമുള്ളൊരു ചടങ്ങാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. കണ്ടോ, കൂട്ടി വെച്ചിരിക്കുന്നത് കണ്ടോ? അത് കത്തിക്കും. അത് കത്തിക്കുന്നതാണ് ഹോളിക്ക് ആരംഭം ആകുന്നത്. ഹോളിക എന്ന പേരിൽ നിന്നാണ് ഹോളി എന്ന പേര് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഹോളി എങ്ങനെയാണ് ഉണ്ടായതെന്നൊന്ന് കേട്ടാൽ, ആ കഥയൊന്ന് കേട്ടാലോ? ഹിരണ്യകശിപുവിൻ്റെ സഹോദരിയാണ് ഹോളിക. 3 ലോകങ്ങളും കീഴടക്കിയ ഹിരണ്യകശിപു അഹങ്കാരം കൊണ്ട് നിറഞ്ഞ് ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കരുതെന്നും 3 ലോകത്തിലുള്ള സകലരും തന്നെ ആരാധിക്കണമെന്നും ഉത്തരവിട്ടു. എന്നാൽ തൻ്റെ ഈശ്വരവിശ്വാസിയായ മകൻ പ്രഹ്ലാദൻ അച്ഛൻ്റെ ആജ്ഞയെ ധിക്കരിച്ചു വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ പ്രഹ്ലാദനെ വധിക്കാൻ ഹിരണ്യകശിപു ഉത്തരവിട്ടു. വിഷ്ണുവിൻ്റെ ശക്തിയാൽ ആർക്കും അവന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒടുവിൽ ഹിരണ്യകശിപു തൻ്റെ സഹോദരി ഹോളികയുടെ സഹായം അഭ്യർത്ഥിച്ചു. അഗ്നിദേവൻ സമ്മാനിച്ച വസ്ത്രമണിഞ്ഞാൽ അഗ്നിക്കിരയാകുകയില്ലെന്ന വരം ഹോളികയ്ക്ക് കിട്ടിയിരുന്നു. അവർ പ്രഹ്ലാദനെയും കയ്യിലേന്തി അഗ്നിയിലേക്ക് ഇറങ്ങി. എന്നാൽ ഒറ്റയ്ക്ക് തീയിലിറങ്ങിയാൽ മാത്രമേ വരത്തിനു ശക്തി ഉണ്ടാവൂ എന്നവർ മനസ്സിലാക്കിയിരുന്നില്ല. വിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ പ്രഹ്ലാദൻ രക്ഷപ്പെടുകയും ഹോളിക തീയിൽ വെന്തുമരിക്കുകയും ചെയ്തു. ഹിരണ്യകശിപുവിനെ പിന്നീട് വിഷ്ണുവിൻ്റെ അവതാരമായ നരസിംഹം കൊലപ്പെടുത്തി. തിന്മയുടെ മേൽ നന്മ വിജയം നേടിയതിന് ആഘോഷിക്കാൻ ഹോളിയുമായി ബന്ധപ്പെട്ട് ഹോളികയെ കത്തിക്കുന്ന ചടങ്ങാണിത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ കൂട്ടുകാരെ, ഹോളികയെ കത്തിക്കുകയാണ്. ആൾക്കാരെല്ലാവരും, നമ്മുടെ ഈ ടൗണിലുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും അതിനെ വലം വയ്ക്കുന്നതാണ്. 2 സ്ഥലത്തായിട്ടാണ് ഇത് കത്തിച്ചത്. മധ്യപ്രദേശിലാണ് കേട്ടോ ഇപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത്. മധ്യപ്രദേശിലെ ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഹോളിയെക്കുറിച്ചുള്ള കഥയും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.